ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ശ്രീ പി ജെ വിൻസെന്റ് പറഞ്ഞതുപോലെ ഇതൊരു ഇസ്രായേൽ ഇറാൻ ആക്രമണം, പ്രത്യാക്രമണം എന്ന നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറും എന്ന നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ചൈനയാണെങ്കിലും അല്ലെങ്കിൽ റഷ്യ ആണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ റഷ്യക്ക് ഇടപെടാൻ കഴിയാതെ നിൽക്കുന്നു. ചൈന തന്ത്രപരമായ ഒരു മൗനത്തിലേക്ക് മാറുന്നു. പാകിസ്ഥാൻ തുറന്ന ഒരു പിന്തുണ ഇറാന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഈ യുദ്ധത്തിന്റെ ഭാഗമായി പിന്തുണച്ച രംഗത്തുണ്ടാകണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു സിനാരിയോയിൽ ഇത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ പരിമിതപ്പെട്ടു പോകാൻ തന്നെയാണോ വരും മണിക്കൂറുകളിലും സാധ്യത? അതല്ല ഇത് കൂടുതൽ ആൾനാശത്തിലേക്കും കൂടുതൽ സിവിലിയൻസിലേക്കും ഈ പ്രദേശങ്ങളിലേക്കുമൊക്കെ ഈ ആക്രമണം കടന്നു പോവുകയാണെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾക്കും ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾക്കും മിണ്ടാതിരിക്കുക എന്നത് സാധ്യമാകുമോ? ശ്രീ ഗോപികൃഷ്ണൻ, അന്താരാഷ്ട്ര ഭൗമ രാഷ്ട്രീയത്തിൻ്റെ നിലവിലെ ഒരു രീതി ശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാകട്ടെ, റഷ്യ ഉക്രൈൻ സംഘർഷമാകട്ടെ, ഇസ്രായേൽ ഹമാസ് സംഘർഷമാകട്ടെ, ഒന്നും തന്നെ കാര്യമായ സ്പിൽ ഓവർ ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഇവിടെ ശ്രീ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചത് ഇത് സ്പിൽ ഓവർ ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമോ എന്നതാണ്. ഇപ്പം ആ ലോകരാഷ്ട്രീയം മാറി. ഈ കോൾഡ് വാർ സമയത്തുണ്ടായിരുന്ന ആ ഒരു രീതിശാസ്ത്രമല്ല ഇപ്പോഴത്തെ ലോകത്തിൻ്റെ രീതിശാസ്ത്രം. എല്ലാ രാജ്യങ്ങളും സ്മാർട്ടായി മാറിയിരിക്കുന്നു. അവരുടെ ദേശീയ പ്രയോറിറ്റീസിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ യുദ്ധത്തിൽ അനാവശ്യമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രിഞ്ച് പ്ലെയറായി ഇടപെടുന്ന ഒരു മനോഭാവത്തിൽ നിന്നും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ മാറി നിൽക്കുന്നു. ഇനി പ്രത്യയശാസ്ത്രപരമായി ഇറാനോടൊപ്പം നിൽക്കേണ്ട അല്ലെങ്കിൽ ആശയപരമായി സിവിലൈസേഷനിൽ ഇറാനോടൊപ്പം നിൽക്കേണ്ട രാജ്യങ്ങൾ അത് അറബ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യങ്ങൾ, ചുറ്റുപാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ. നേരത്തെ സഹ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ തന്നെയാണ്. കാലാകാലങ്ങളിൽ ഈ ഇറാൻ എടുത്ത ചില നിലപാടുകൾ അവസരവാദപരമായിരുന്നു. പ്രത്യേകിച്ച് ഇസ്രയേലിനോട് അറബ് രാജ്യങ്ങൾ മുട്ടം വിട്ട് നിന്നപ്പോൾ, 67 യുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ നിരന്തരമായി പോരടിച്ചു നിന്നപ്പോൾ ഇറാൻ ഇസ്രയേലിനോട് സൗഹൃദം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഇറാന്റെ DNA അറബ് രാജ്യങ്ങൾ, അറബി സുന്നി രാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായി എന്നതാണ് സത്യം. അത് മാത്രമല്ല, ഇറാനെ സ്വാഭാവികമായി സഹായിക്കേണ്ട മറ്റൊരു രാജ്യമാണ് റഷ്യ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, റഷ്യക്ക് ആവശ്യത്തിലധികം ആഭ്യന്തരമായ വിഷയങ്ങളുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ എൻടാങ്കിൾഡ് ആണ് റഷ്യ. പക്ഷേ ഇറാൻ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ റഷ്യക്ക് ഡ്രോണുകൾ ഉൾപ്പെടെ നൽകി സഹായിച്ചതാണ് എന്നത് മറക്കാനാവില്ല. പക്ഷെ റഷ്യക്ക് ഇപ്പോൾ ഇറാന്റെ സഹായത്തിന് സൈനികമായി നേരിട്ടെത്താനുള്ള ഒരു ആരോഗ്യസ്ഥിതിയില്ല. മൾട്ടിപ്പിൾ ഫ്രണ്ടിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം റഷ്യയിലുമില്ല. പിന്നെ അവശേഷിക്കുന്ന ഇറാന്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് നമുക്കറിയാമല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷം ഘനീഭവിച്ച് നിന്നപ്പോൾ 4 ദിവസങ്ങൾ, 7-ാം തീയതി തുടങ്ങി 10-ാം തീയതി അവസാനിച്ച മെയ് 7-ന് തുടങ്ങി 10-ന് അവസാനിച്ച ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന കാര്യമായ പ്രസ്താവനകൾ പോലും നടത്താതെ മാറി നിന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൈനയുടെ അനുഗ്രഹാശത്തുകൾ പാകിസ്ഥാനാണ്. തീർച്ചയായും ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എങ്കിൽ പോലും സംയമനം പാലിച്ച് മാറി നിൽക്കുന്ന ഒരു പ്രായോഗിക നിലപാട് ചൈനയും സ്വീകരിച്ചു. അപ്പൊ ഇറാൻ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു നിലയിലാണ്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ആംസ് അല്ലെങ്കിൽ ഇറാന്റെ ടെന്റക്കിൾസ്, ഇറാൻ കാലാകാലങ്ങളിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നട്ട് നനച്ച് വളർത്തിയ ഇറാന്റെ പ്രോക്സികൾ, ഹൂതികൾ, യമനിലെ ഹൂതികൾ, ലെബനനിലെ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് എന്ന സായുധ സംഘടന, ഇതെല്ലാം തന്നെ ഇപ്പോൾ താരതമ്യേന ദുർബലമാണെന്ന് പറയാം. താരതമ്യേന മാത്രമേ ദ ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. പക്ഷെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇസ്രയേലിനെ നേരിടുക എന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃത്യമായ സൂചനകളാണ് വരുന്നത്. ഇസ്രയേൽ ഇത് അനുകൂലമായ സാഹചര്യത്തിൽ ഇറാൻ ഈ സമീപ ഭൂതകാലത്തെ ഏറ്റവും ദുർബലമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാന് ഒരു ന്യായീകരണമുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് നിലനിർത്തണമെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ കിട്ടാതെ ഇരുന്നാൽ ആഭ്യന്തരമായി ഒരു ഡിറ്ററന്റ് ഉണ്ടാകണം. There is nothing bigger than the nuclear deterrence, ശ്രീ ഗോപികൃഷ്ണൻ. ആണവ പ്രതിരോധമാണ്, ആണവ ഡിറ്ററൻ്റാണ് ഏറ്റവും മികച്ച ഡിറ്ററൻ്റ് എന്ന് അറിയാനുള്ള ബുദ്ധി ഇറാനുണ്ട്.
അതുകൊണ്ടാണ് ആണവ സമ്പുഷ്ടീകരണത്തിന് ലോകം കണ്ണുരുട്ടുമ്പോഴും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി കണ്ണുരുട്ടുമ്പോഴും ആണവ സമ്പുഷ്ടീകരണവുമായി ഇറാൻ മുന്നോട്ട് പോയതിൻ്റെ പ്രധാന കാരണം അതാണ്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അമേരിക്ക സാമം ഭേദം ദണ്ഡം എന്നൊക്കെയാണല്ലോ പ്രമാണങ്ങൾ. അതുകൊണ്ട് ഒരു നിരപ്പിൽ പോകാം, ഒരു തരം ഡിപ്ലോമാറ്റിക് മെനുവറാണ് ട്രംപ് നേരിട്ട് ഖൊമേനിയെ അപ്രോച്ച് ചെയ്യുകയായിരുന്നു. അങ്ങോട്ടാണ്, അല്ലാതെ ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടതല്ല. നമ്മൾക്ക് താൻ തന്നെ നിർത്തിവെച്ച ആണവ ചർച്ചകൾ 2018 ട്രംപ് തന്നെ ആണവ കരാറിൽ നിന്നും പുറത്തുപോയി, ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പുറത്തുപോയി. വീണ്ടും ഒരിക്കൽ കൂടി ആണവ കരാർ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാം. അപ്പോൾ ഇറാൻ അത് ഭാഗികമായി മാത്രമേ അമേരിക്കയുടെ നീക്കത്തെ വിശ്വസിച്ചുള്ളൂ, വളരെ സ്കെപ്റ്റിക്കലായിട്ട് തന്നെയാണ്. പക്ഷേ ഇറാന്റെ പ്രയോറിറ്റീസ് വളരെ വ്യക്തമാക്കി. ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല. അത് പല ആവർത്തി ഇറാന്റെ പരമോന്നത നേതൃത്വം അയത്തുള്ള അലി ഖൊമൈനി നേരിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ ആണവ ആയുധം ഉണ്ടാക്കുന്നതിൽ നിന്നും സമ്പുഷ്ടീകരിച്ച് 60% നിന്നും 90% സമ്പുഷ്ടീകരണം, യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിയതിനു ശേഷം ആണവായുധങ്ങൾ ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വാക്കാൽ പറഞ്ഞു വെച്ചു. പക്ഷെ ഇങ്ങനെ പറയുന്നതിനോട് ഇസ്രയേലിനും യോജിക്കാനാവില്ല, അമേരിക്കയ്ക്കും യോജിക്കാനാവില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഉണ്ടാക്കുക എന്നതല്ലാതെ ഇറാന് ഊർജ ഉപാധികൾ ആണവ മാർഗത്തിൽ തേടേണ്ട ഗതികേടില്ല. കാരണം ആവശ്യത്തിലധികം ഹൈഡ്രോ കാർബൺ നിക്ഷേപമുള്ള പ്രകൃതിവാതകമാകട്ടെ ക്രൂഡ് ഓയിൽ ആകട്ടെ ഉള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ തീർച്ചയായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി തീർച്ചയായും ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കേണ്ട ആവശ്യമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ എന്ന വിപത്തിനെ ഇനി വേണ്ടി വന്നാൽ ആത്യന്തികമായി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പോലും വിഘാതമാകുന്ന രീതിയിൽ വലിയൊരു ശക്തിയായി, ആണവ ശക്തിയായി, യഥാർത്ഥ മിലിറ്ററി പവറായി വളർന്നു വരാനുള്ള തയ്യാറെടുപ്പുകൾ. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ മിസൈൽ പ്രോഗ്രാം, വളരെ അംബീഷ്യസ് മിസൈൽ പ്രോഗ്രാമാണ് ഇറാനുള്ളത്. പല സീരീസിലുള്ള മിസൈലുകളാണ്. ആ മിസൈലുകളുടെ ഒരു വിന്യാസം അത് വലിയ ഭീതിതമായ രീതിയിലുള്ള ഒരു ബിൽഡപ്പാണ്. അത് അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിൽ പല ആവർത്തി ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ് എന്ന രൂപത്തിൽ അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന്, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ശ്രീ ഗോപികൃഷ്ണൻ, അമേരിക്കയുടെ മൗന സമ്മതം ഇസ്രയേൽ ഉണ്ടായിരുന്നു. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ ആഞ്ഞടിക്കുന്ന കാഴ്ച കണ്ടു. അതിന് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഈ നീക്കമൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു, അമേരിക്കയ്ക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അമേരിക്കയുടെ ഒരു മൗനസമ്മതം പിന്തുണയുമുണ്ട്. പക്ഷേ നേരിട്ട് രംഗത്തിറങ്ങാൻ അമേരിക്ക താല്പര്യപ്പെടുന്നുമില്ല. അതാണ് ഇസ്രയേലിന്റെ ആഗ്രഹമെങ്കിലും. ശരി.